അഷിക്കുന്ന ജൂൺ 23 9 മണിയായിരിക്കുന്നു. നിലമ്പൂരിൽ ആര് വിജയിച്ച് കയറും, നിലമ്പൂരിലെ വമ്പൻ ആര് എന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം ലഭിക്കും നമുക്ക്. നമ്മൾ ആദ്യഘട്ടത്തിൽ, അതായത് നമുക്ക് 8 മണിയോടുകൂടിയാണ് വോട്ട് എണ്ണുന്ന പ്രക്രിയ ആരംഭിക്കുന്നത്. 9 മണിയോടുകൂടി 1 മണിക്കൂർ ആവുന്നു. ഇപ്പം ഏകദേശം ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. മറുനാടൻ ടീം നടത്തിയ സർവേ ടീമിന്റെ ഭാഗമായിരുന്ന ഒരാളാണ് ആഷിഖ്. അതിൽ നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെ കൃത്യമായി ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാലും ആര്യാടൻ ജയിച്ച് കയറും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ പല രാഷ്ട്രീയ എന്താ പറയുക ചർച്ചകളിലും ലഭിക്കാത്ത അല്ലെങ്കിൽ നടക്കാത്തൊരു പ്രധാനപ്പെട്ട കാര്യം PV അൻവറും വോട്ട് പിടിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചതുപോലെ മുന്നണികൾ, പ്രധാന മുന്നണികളായ LDF UDF പ്രതീക്ഷിച്ചതുപോലെ ഒരു ലീഡിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും സ്വരാജിന് ഇതുവരെയും ലീഡ് ലഭിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്കറിയാം CPMന്റെ പ്രധാനപ്പെട്ട ബൂത്തുകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകളൊക്കെ എണ്ണാൻ പോകുന്നതേ ഉള്ളൂ. പോത്തുകൽ അടക്കമുള്ളവ, അതൊക്കെ എണ്ണുന്ന സമയത്ത് എന്തെങ്കിലും ടെസ്റ്റുകൾ നടക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. നമുക്കറിയാം 2,30,000 മുകളിൽ വോട്ടേഴ്സ് ഉള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അതിൽ നമുക്കറിയാം 1,74,667 എന്നുള്ളൊരു കണക്കിലുള്ള ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്തത്. 75.24 അങ്ങനെയായിരുന്നു വോട്ടിംഗ് ശതമാനം. അപ്പം അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഏത് തരത്തിലാണ് നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ M സ്വരാജ് തൊട്ട് പുറകെയുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ്. കേവലം 1,483 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഷൗക്കത്തെ നേടാൻ സാധിച്ചത്. മാത്രമല്ല നമുക്ക് പറയാം PV അൻവറിന് ഇപ്പോൾ 4,119 വോട്ടുകൾ കൂടി പിടിച്ചിരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടി വരുന്നു. എന്താണ് ആഷിഖ്, എന്തെങ്കിലും PV അൻവർ വോട്ട് പിടിച്ച് ഷൗക്കത്ത് തോക്കുമോ? ഈ ആദ്യ റൗണ്ടിൽ നമുക്ക് അതിനെപ്പറ്റി വിശദമായി പറയാൻ കഴിയില്ല. എങ്കിലും ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ്. അതിലെ ആദ്യ 3 റൗണ്ടുകളാണ് ഇപ്പോൾ എണ്ണിയിട്ടുള്ളത്. പക്ഷേ അവിടെ UDF പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം UDF നടത്താനായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത് UDF വ്യക്തമായ ആധിപത്യമുള്ള സ്ഥലങ്ങളാണ്. ഈ ആദ്യ 3 റൗണ്ട് കഴിയുമ്പോൾ വലിയ ലീഡിലേക്ക് ഷൗക്കത്ത് ഉയരും എന്നായിരുന്നു UDF കേന്ദ്രങ്ങളെല്ലാം വിലയിരുത്തിയിരുന്നത്. പക്ഷേ സ്വരാജിന് അവിടെയും നേരിയ മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനി വരുന്ന വഴിക്കടവിലെ അടുത്ത റൗണ്ടുകളെല്ലാം നിർണായകമാണ്. ആ ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് തന്നെയാണ് ഈ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞ പോലെ പോത്തുകല്ല് പോലെയുള്ള നമ്മൾ സർവേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് അവിടെയൊക്കെ ഷൗക്കത്തിനാണ് ഭൂരിപക്ഷം കൂടുതൽ നമുക്ക് വന്നത്. നമ്മുടെ സർവേയിൽ വന്നത് പോത്തുകല്ലിലൊക്കെ മുൻതൂക്കം ഷൗക്കത്തിനായിരുന്നു. അപ്പോൾ അവിടെ ഒരു അട്ടിമറിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്വരാജ് കുറച്ചും കൂടി വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്ക് ഈ വോട്ടെണ്ണൽ അവസാനിക്കുന്നത് വരെ കാണാൻ സാധിക്കുമെന്ന് വേണം ഈ ആദ്യ അവസരങ്ങളിൽ. അതൊരു നിർണായക രാഷ്ട്രീയ ശക്തിയായി PV അൻവറിൽ ഇപ്പോഴും ഒരു ഇലക്ഷന്റെ ഫസ്റ്റ് ട്രെൻഡിങ് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും നിരാശയുള്ളൊരു, അല്ലെങ്കിൽ എന്താ പറയുക, BJP എന്ന് പറയുന്ന മുന്നണി നിഷ്പ്രമമാവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 1,464 വോട്ടുകൾ മാത്രമാണ് ഇതുവരെ നേടാൻ സാധിച്ചത്. 2,000 പോലും എത്താൻ സാധിക്കണമെങ്കിൽ ഇനി ഒരു 600 വോട്ടുകൾ പിടിക്കണം എന്നൊരു അവസ്ഥയാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖർ അവിടെ ആളെ പോലും നിർത്തേണ്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. LDF നല്ലൊരു ഭൂരിപക്ഷത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എന്നാലും ആര്യാടൻ ഷൗക്കത്ത് നേരിയൊരു ഭൂരിപക്ഷത്തിലൊന്നും ജയിക്കുമെന്നുള്ളൊരു ഉറപ്പ് ആദ്യ ട്രെൻഡിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ PV അൻവർ എന്നൊരു നിർണായക ഘടകമാണോ എന്നൊരു ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലാണ് വഴിക്കടവിലെ ആദ്യത്തെ 2-3 ബൂത്തുകൾ എണ്ണുന്ന ഘട്ടത്തിൽ നമുക്ക് വരുന്ന ട്രെൻഡ്. എന്നാലും എനിക്കൊന്നൊരു 2-3 മണിക്കൂറിൽ ഇലക്ട്രിക് പണ്ടത്തെ പോലെ എണ്ണി തിട്ടപ്പെടുത്തൊന്നും വേണ്ടല്ലോ. ഇലക്ട്രിക് വോട്ടിംഗ് യന്ത്രമായതുകൊണ്ട് വളരെ പെട്ടെന്ന് അറിയാൻ സാധിക്കും. പക്ഷേ എനിക്കൊന്ന് UDF ക്യാമ്പുകളിലൊക്കെ ഇപ്പം തന്നെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ വളരെ മാവേലിയൊക്കെ പിടിച്ച് വളരെ രീതിയിൽ കൊട്ടും ഘോഷവുമായി എത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വലിയൊരു രാഷ്ട്രീയ ചർച്ചകൾ കൂടി കാണാം. അതായത് ഒന്ന്, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇതിനെ വലിയ സംഭവമായി കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തോൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടി കണ്ടിട്ടാവണം അദ്ദേഹം പറഞ്ഞത്. ഇതൊരു രാഷ്ട്രീയ പരീക്ഷയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജയവും പരാജയമൊക്കെ ഉണ്ടാകുന്ന വെച്ച് ഒരു ക്യാപ്സ്യൂളൊക്കെ ഇറക്കിയിരുന്നു. എന്തായാലും UDFലെ പ്രബലരായ എല്ലാ നേതാക്കന്മാരും പോവുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വലിയ രീതിയിലുള്ളൊരു സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂർ. നിലമ്പൂരിൽ ഇനി ആര് ജയിച്ച് കയറും എന്നുള്ളത് എന്തായാലും PV അൻവർ ജയിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. സ്വരാജോ ആര്യാടൻ ഷൗക്കത്തോ എന്നതിൽ PV അൻവർ നിർണായക ഘടകമായാൽ പോലും PV അൻവറിന് രാഷ്ട്രീയ കേരളത്തിൽ ഒരു ലൈം ലൈറ്റിലേക്കൂടെ നിൽക്കാൻ സാധിക്കും. പക്ഷെ PV അൻവർ പറഞ്ഞത് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കുമെന്നാണ്. ഇന്നലെയും പത്രസമ്മേളനവും
2 ദിവസം നടത്തുന്ന പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞിരുന്നു അത്. 75,000 വോട്ടുകൾക്ക് എന്തായാലും പി വി അൻവറിന് കിട്ടില്ല. കാരണം പി വി അൻവർ പിടിക്കുന്നത് LDF വോട്ടുകളാണെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ CPM-ന്റെ കേഡർ വോട്ടുകൾ അവിടെ നിലനിർത്തുന്നുണ്ട്. പി വി അൻവർ പിടിക്കുന്നത് ഷൗക്കത്തിന് കിട്ടേണ്ടിയിരുന്ന കുറച്ച് വോട്ടുകളാണെന്ന് വേണം ഈ ആദ്യ റൗണ്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി വി അൻവർ ഒരു 15,000 വോട്ട് വരെ പിടിക്കും എന്നാണ് നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത്. അതിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് ആദ്യ ഈ ഒരു റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പി വി അൻവർ ഒരിക്കലും അവിടെ ജയിക്കാൻ പോകുന്നില്ല എന്നത് ഉറപ്പാണ്. ഇനി ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്നൊക്കെ വലിയ ചോദ്യം അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരു 25,000 വോട്ടുകൾക്ക് മേലെയെങ്കിലും പി വി അൻവർ അവിടെ നേടിക്കഴിഞ്ഞാലേ പി വി അൻവർ എന്തെങ്കിലും വോയിസ് അവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. അതിന് കുറവാണ് ലഭിക്കുന്നത്. ഇപ്പൊ ഈ 15,000-ന് താഴെ വന്നു വെച്ചാൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അവിടെ പൂർണ്ണമായും ഇല്ലാത്തയാവുന്ന രീതിയിലേക്ക് ഇത് മാറും. കാരണം അവിടെ പി വി അൻവറിനെതിരെ വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ട്. കാരണം ഒരു നിലപാടില്ല എന്ന രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ നമ്മളോട് സംസാരിച്ചിരുന്നത് ഞങ്ങൾ എന്തിനാണ് പി വി അൻവർ സപ്പോർട്ട് ചെയ്യുന്നത്, ഇന്ന് ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്താൽ നാളെ ഞങ്ങൾ വേറെ വല്ല പാർട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇങ്ങനെ ചാടിക്കളി പി വി അൻവർ ചാടുന്നതിനോടൊപ്പം ഞങ്ങൾക്കും ഞങ്ങളുടെ നിലപാട് മാറ്റാൻ കഴിയില്ല എന്ന രീതിയിൽ ഒരുപാട് പേർ നമ്മളോട് പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ പി വി അൻവറിന് നല്ല രീതിയിൽ എതിർപ്പ്, ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണെന്ന രീതിയിലുള്ള എതിർപ്പുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യവുമില്ലാതെയാണ് ഈ ഒരു ഇലക്ഷൻ പി വി അൻവർ ഈ ഇലക്ഷനിലേക്ക് നിലമ്പൂരിനെ കൊണ്ടെത്തിച്ചത്. ഒരാവശ്യവുമില്ലാതെയാണ് ആ മുന്നണിയിൽ നിന്ന് പുറത്തു പോയത്, രാജിവെച്ചത് എന്ന രീതിയിലും ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അത് ഈ സ്ത്രീകളടക്കമുള്ള ആളുകൾ അത്തരം വൈകാരികമായിട്ടാണ് ഈ കാര്യങ്ങൾ എടുക്കുന്നത്. വീട്ടിൽ നിന്ന് വോട്ടിന് വരുന്ന സ്ത്രീകൾക്കുള്ളിൽ വരെ ഇങ്ങനെയൊരു കാര്യം ഉണ്ടെങ്കിൽ, പിന്നെ എടുത്തു പറയേണ്ട കാര്യം അവിടെ പോളിംഗ് ശതമാനം ഉയർന്നു തന്നെയായിരുന്നു. ശക്തമായി എല്ലാവരെയും ബൂത്തുകളിലേക്ക് എത്തിക്കാൻ ഈ മുന്നണികൾക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു നേരിയ വോട്ടിന്റെ ശതമാനത്തിലുള്ള വ്യത്യാസം, അതുപോലെ ഈ ലീഡിന്റെ വ്യത്യാസത്തിൽ ഒരു ചെറിയ മുൻതൂക്കം നമ്മുടെ പി വി അൻവറിന് ലഭിച്ചേക്കാം. കാരണം പി വി അൻവറിന് കിട്ടേണ്ട വോട്ടുകൾ മാക്സിമം ബൂത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പി വി അൻവർ ഇവിടെ ജയിക്കാനൊന്നും പോകുന്നില്ല എന്തായാലും. പക്ഷേ 15,000 വോട്ടുകൾക്ക് മേലെ പിടിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഷൗക്കത്തിന് അതൊരു ബുദ്ധിമുട്ടായി മാറും. എന്തായാലും അരവിന്ദ് ഷൗക്കത്തിന് ലീഡ് 10,000 കടന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. 10,100 കടന്നിരിക്കുന്നു. എന്തായാലും ഷൗക്കത്ത് മുന്നിൽ തന്നെയാണ്. ജയിച്ച് കയറുമോ എന്ന് കുറച്ച് മണിക്കൂറിൽ കണ്ട് അറിയാം എന്തായാലും.